UDF-നെയും BJP-യെയും കൂടാതെ മുഖ്യമന്ത്രി പിണറായിക്ക് നേരിടാൻ ഒരു ശത്രു കൂടി. അവൻ സെക്രട്ടേറിയറ്റിലും സർക്കാർ ഓഫീസുകളിലും മാത്രമല്ല, ക്ലിഫ് ഹൗസിലെ മച്ചിൻപുറത്തും ചേക്കേറി വെല്ലുവിളിക്കുന്നു. ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ മാത്രമല്ല, ഈ പുതിയ ശത്രുവിൻ്റെ ഭീഷണിക്ക് നടുവിലൂടെ വേണം മുഖ്യമന്ത്രിക്ക് ഇനി കടന്നു പോകാൻ. നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നു പോയിട്ടുണ്ട്. എന്താണ്? ഒന്നുമില്ലേ, ഒരു ഭൂതം. അയ്യോ പേടിക്കണ്ട. സകല വിധ സൗകര്യങ്ങളോടും കൂടി താമസിക്കുന്നവരാണ് മന്ത്രിമാർ എന്നാണല്ലോ സാധാരണ ജനങ്ങളൊക്കെ കണക്കാക്കുന്നത്. അപ്പൊ ആ മന്ത്രിമാർ താമസിക്കുന്ന ചില വീടുകളുടെ അവസ്ഥ നോക്കണം എന്താണെന്ന്. നിങ്ങൾ രാവിലെ ഇടേണ്ട ഷർട്ടൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഇസ്ത്രീട്ടൊക്കെ വെക്കുമല്ലോ, അങ്ങനെ വെച്ചു വിചാരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും അതിന്റെ പേരെ ഒരു വെള്ളം വരും. എനിക്ക് മൂത്രമൊഴിക്കണം, എനിക്ക് മൂത്രമൊഴിക്കണം. പബ്ലിക് പ്ലേസ് ഒന്നല്ല, പബ്ലിക് പ്ലേസിൽ മൂത്രമൊഴിച്ച് 500 ശിക്ഷിക്കും. ഏതാ വെള്ളം? മരപ്പെട്ടി മൂത്രമൊഴിച്ചതാണ്. നിങ്ങൾക്ക് സ്വന്തം കിടപ്പുമുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം വിശ്വാസത്തിൽ ഇങ്ങനെ വെക്കാൻ പറ്റില്ല. അതെടുത്ത് കുടിക്കാൻ അടച്ചു തന്നെ വെച്ചിരിക്കണം. പിന്നെ എപ്പോഴാണ് ഈ സാധനം ഇതിനകത്ത് വീഴുക എന്നുള്ളത് സംശയിക്കേണ്ട അവസ്ഥയാണ്. സ്റ്റാലിൻ ഭരിക്കുന്ന തമിഴ്നാട്ടിൽ ശമ്പളം മുടങ്ങിയിട്ടില്ലല്ലോ അതുവരെ. ഇവിടെ ഞെരുക്കുന്ന എന്ന് പറഞ്ഞ് ശമ്പളം മുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ദൂരത്തിനൊരു കുറവുമില്ല. ഇപ്പം എല്ലാവരും കൂടെ മരപ്പെട്ടീനെ ഓടിക്കാൻ നടക്കുക. കുറ്റവാളികളെ കടിച്ചു കീറാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാൻ ഇന്ന്. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഇവിടെയാണോ താമസം? അതെ. ഈ പറഞ്ഞത് വേറെ എവിടെന്നെങ്കിലും കേട്ട അനുഭവമല്ല, എന്റെ അനുഭവത്തിലുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങളെ ഈ തേച്ച് വെച്ച ഷർട്ടിനും മുണ്ടിലും ഒക്കെ ഈ പറയുന്ന മരപ്പെട്ടി മൂത്രം വന്നു പോയി. ആ ഫ്ലോ അങ്ങ് പോയി. ഏതായാലും ഈ വേഷമൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നാട്ടുകാരൊന്ന് കാണിച്ചും വരാം. ക്ലിഫ് ഹൗസിൽ മാത്രമല്ല, പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിലും ഈ പുതിയ ശത്രു താവളം അടിച്ചിരിക്കുന്നു. പൊതുശത്രുവിനെ നേരിടാൻ ഒരു യോജിച്ച പോരാട്ടം തന്നെ വേണ്ടിയിരിക്കുന്നു. അതിവിടെ ഇഷ്ടംപോലെ മരപ്പെട്ടി. കഴുത്തി ബെൽറ്റ് ഇട്ട പട്ടിയാണോ? അല്ല, അരയിൽ നല്ല വീതിയുള്ള ബെൽറ്റ് ഇട്ട പട്ടി. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. രാത്രി 4 മണിക്ക് ഞാനും ഉണർന്നു. മരപ്പെട്ടി ഒന്നല്ല, ഒന്നിൽ കൂടുതൽ മരപ്പെട്ടി ഇഷ്ടം പോലെ. സോറി, നിങ്ങളല്ല, വേറൊരു തുരപ്പനുണ്ട്, എന്റെ സ്നേഹിതൻ ബാലകൃഷ്ണൻ. സർക്കാർ ഓഫീസുകളിലെയും മന്ത്രിമന്ദിരങ്ങളിലെയും മരപ്പട്ടി നിർമ്മാർജ്ജനത്തിന് ഒരു പുതിയ പദ്ധതി വേണ്ടിയിരിക്കുന്നു. ആവശ്യമെങ്കിൽ അതിനൊരു കോർപ്പറേഷനോ ബോർഡോ ആലോചിക്കാവുന്നതാണ്. മരപ്പട്ടി ശല്യമില്ലാത്ത ഒരു ഓഫീസെങ്കിലും ഈ ബോർഡിനും അതിൻ്റെ ചെയർമാനും നൽകണം. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.